ഞാൻ രസകരമായ ഒരു വീഡിയോ കാണുകയായിരുന്നു. ഡൽഹി ഇലക്ഷനുമായി ബന്ധപ്പെട്ടൊരു വീഡിയോ. ഒരു മാധ്യമ പ്രവർത്തകൻ ഒരു മുസ്ലിം വനിതയോട് സംസാരിക്കുന്നു. ആ മുസ്ലിം വോട്ടറോട് മാധ്യമ പ്രവർത്തകൻ, ടെലിവിഷൻ മാധ്യമ പ്രവർത്തകൻ സംസാരിക്കുന്നു. इसकी सरकार देख रही है इस बार दिल्ली में. देखिए 10 साल केजरीवाल को दिया, ठीक है, कांग्रेस का कहीं नाम नहीं है. और मुझे ऐसा लग रहा है मोदी जी ने इतनी जो विकास की योजनाएं दिल्ली को दी हैं. അപ്പോൾ ആ സ്ത്രീ പറയുകയാണ്, മുസ്ലിം സ്ത്രീ പറയുകയാണ്, BJPയുടെ മാനിഫെസ്റ്റോ ഉഗ്രനാണ്. എൻ്റെ ചിന്ത എന്നോട് പറയുന്നു ഇത്തവണ BJP വോട്ട് ചെയ്യണം. ഉടനെ റിപ്പോർട്ടർ ചോദിക്കുന്നു, വോട്ട് ചെയ്യാനോ? നിങ്ങളൊരു മുസ്ലിമാണ്, നിങ്ങൾ BJP പുകഴ്ത്തുന്നോ എന്ന് ചോദിക്കുന്നു. ഉടനെ മുസ്ലിം ലേഡി പറയുകയാണ്, ബുദ്ധിയുള്ള മുസ്ലിങ്ങൾക്ക് അറിയാം BJP ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെന്ന്. ഉടനെ ലേഖകൻ വീണ്ടും ചോദിച്ചു. ഇത് കേട്ട് ലേഖകൻ അങ്ങ് സഹിക്കുന്നില്ല. ലേഖകൻ പറയുകയാണ്, പക്ഷെ കേജ്രിവാൾ ജി പറഞ്ഞിട്ടുണ്ട് മാസം നിങ്ങൾക്ക് 2100 രൂപ വീതം തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്, അത് നിങ്ങൾ മറന്നോ? ഉടനെ അവരുടെ മറുപടി, അയാൾ കള്ളം പറയുകയാണ്. അയാളെങ്ങാനും ജയിച്ചു കഴിഞ്ഞാൽ അയാൾ പറയും ലഫ്റ്റനന്റ് ഗവർണറും കേന്ദ്ര സർക്കാരും പൈസ തരാത്തതുകൊണ്ട് എനിക്ക് നടപ്പാക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞ് നടപ്പാക്കില്ല, അയാൾ കള്ളനാണ് എന്ന് പറയും. അപ്പോൾ ദില്ലിയിലെ മുസ്ലിം വനിത ഇങ്ങനെ ചിന്തിക്കുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം 2100 രൂപ ഉൾപ്പെടെ ഒരുപാട് സൗജന്യങ്ങൾ വാരിക്കോരി കൊടുത്താണ് ആം ആദ്മി പാർട്ടി ഭരണം പിടിച്ചത്. ഇനിയും കൊടുക്കാമെന്ന് പറയുന്നത്. പക്ഷേ അതിൽ ദില്ലിയിലെ വോട്ടർമാർക്ക് വിശ്വാസം നഷ്ടപ്പെട്ടു. ഇനി ഇതിനിടയ്ക്ക് വേറൊരു സംഭവം ഉണ്ടായല്ലോ. കെജ്രിവാളും അതീഷിയും മുഖ്യമന്ത്രിയും കൂടെ പറഞ്ഞു ഹരിയാന യമുന നദിയിൽ വിഷം കലക്കി, അമോണിയ കലക്കി എന്ന് പറഞ്ഞു. അപ്പോൾ ഹരിയാന മുഖ്യമന്ത്രി നയാബ് സൈനി ഇന്നലെ കേസ് കൊടുത്തു എന്ന് മാത്രമല്ല കോടതി സമൻസ് അയച്ചിട്ടുണ്ട് കെജ്രിവാളിന്. നയാബ് സൈനി ഇന്നലെ യമുന നദിയിൽ ഹരിയാനയിൽ ഇറങ്ങി ആ വെള്ളം കോരി കുടിച്ചു. അതിൻ്റെ വീഡിയോയും വന്നിട്ടുണ്ട്. കെജ്രിവാൾ പെട്ടോ ഡൽഹി ഇലക്ഷനിൽ? കെജ്രിവാൾ ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിൽ പെട്ടിരിക്കുന്നു എന്ന് തന്നെയാണ് തോന്നുന്നത്. എന്താണെന്ന് വെച്ചാൽ കെജ്രിവാളിനെ ആളുകൾ കണക്കിലെടുക്കുന്നില്ല. ഈ പ്രവൃത്തി, വാക്കും പ്രവൃത്തിയും രണ്ടും രണ്ടാണെന്ന് തിരിച്ചറിഞ്ഞിട്ടുണ്ട് അവർ. പക്ഷേ മുമ്പൊക്കെ വാഗ്ദാനങ്ങൾ പാലിച്ചിട്ടുണ്ട്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നോടൊരിക്കൽ എൻ്റെ സുഹൃത്ത് ആർ ബാലശങ്കർ വിളിച്ചപ്പോൾ എന്നോട് പറഞ്ഞിരുന്നു, ഈ വൈദ്യുതിയുടെ കാര്യം ഉണ്ടല്ലോ, ഈ ബിലോ പോവർട്ടി ലൈനിലോ മറ്റോ ഉള്ള ആളുകൾക്ക് ചില സഹായങ്ങൾ ചെയ്തു കൊടുക്കുമെങ്കിലും ഈ മിഡിൽ ക്ലാസ് ഉണ്ടല്ലോ അവർക്ക് കൂട്ടും. മാസം 10,000-15,000 രൂപയൊക്കെയാണ് മിഡിൽ ക്ലാസ്സുകാർക്ക് ഈ വൈദ്യുതി ബില്ലൊക്കെ ആയിട്ട് വരുന്നത്. ഇങ്ങനെ ചെയ്തിട്ടുണ്ടാകും. ഇങ്ങനെയൊക്കെയാണ് ക്രോസ് സബ്സിഡി. ഇങ്ങനെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ അത് ഇയാൾ ചെയ്യുമെന്ന് വിചാരിച്ചിട്ട് പല ആളുകളും വോട്ട് ചെയ്തിട്ടൊക്കെ ഉണ്ട്. പക്ഷെ മിഡിൽ ക്ലാസ്സുകാരുടെ കൊങ്ങയ്ക്ക് പിടിച്ചിട്ടുമുണ്ട്. കുറച്ച് പേർക്ക്, ചില ആളുകൾക്കൊക്കെ, സമുദായങ്ങൾക്കൊക്കെ ചില സഹായങ്ങളൊക്കെ അയാൾ ചെയ്തിട്ടുണ്ടാകാം. പക്ഷെ ഈ ഇത്തവണ ഭരണം വന്ന ശേഷം മദ്യ അഴിമതി ഇങ്ങനത്തെ സംഗതികൾ നടന്നല്ലോ. അതിൽ നിന്ന് കിട്ടിയ പൈസ കൊണ്ട് ഗോവയിൽ തിരഞ്ഞെടുപ്പ് നടക്കുന്നു. ഇതൊക്കെ പിന്നെ ഈ ശീഷ് മഹളിൻ്റെ ഇഷ്യൂ. ശീഷ് മഹൾ പറഞ്ഞപ്പോഴാണ് ഞാൻ ഓർത്തത്, ഈ കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്തപ്പോൾ ദില്ലിയിൽ ഇന്ത്യ മുന്നണി വലിയ പ്രതിഷേധമൊക്കെ നടത്തി. രാഹുൽ ഗാന്ധിയൊക്കെ പങ്കെടുത്തു. അത് അന്ന് കെജ്രിവാൾ നിരപരാധിയാണ്, അയാളെ ഫാസിസ്റ്റ് മോദി പീഡിപ്പിക്കുക എന്തൊക്കെയാണ് രാഹുൽ ഗാന്ധി എന്ന് പറഞ്ഞ ഈ പപ്പുമോൻ പറഞ്ഞത്. केजरीवाल जी के 10 साल देख लिए. उससे पहले आपको याद है शीला जी ने किस प्रकार से यहाँ पे काम किया था. ഈ പപ്പു ഇപ്പോ ദില്ലിയിൽ വ്യാപകമായി കെജ്രിവാൾ കള്ളനാണ്, മദ്യ അഴിമതി നടത്തി, ശീഷ് മഹലിൽ താമസിക്കുകയാണെന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞത്. എന്ത് ഇന്റഗ്രിറ്റിയാണ് ഈ പ്രതിപക്ഷ നേതാവ് എന്ന് പറയുന്നത് ഈ മരമണ്ടനുള്ളത്? മരമണ്ടനല്ല, ബുദ്ധിമാൻ, അതിബുദ്ധിമാൻ എന്ന് ഭാവിക്കുകയാണ്. അന്ന് കെജ്രിവാൾ വിശുദ്ധനാണ്, ഇതൊക്കെ കള്ളക്കേസാണെന്ന് പറഞ്ഞ ആൾ തന്നെ അതൊക്കെ പബ്ലിക് ഡൊമൈനിലുണ്ട്, വീഡിയോസ് ഉണ്ട്, എല്ലാം മറന്നിട്ട് ഇതേ മദ്യ അഴിമതി ശീഷ് മഹൽ എന്ന് പറഞ്ഞ കൊട്ടാരത്തിൽ, ഷാജഹാന്റെ പോലെയുള്ള കൊട്ടാരത്തിൽ താമസിക്കുകയാണ്, വള്ളിച്ചെരുപ്പിട്ട് ഓട്ടോറിക്ഷയിൽ സഞ്ചരിക്കുന്ന ഈ മുഖ്യമന്ത്രി എന്നും പറഞ്ഞ് രാഹുൽ ഗാന്ധി കാമ്പയിൻ ചെയ്യുന്നു. ഈ ശീഷ് മഹൽ തെരഞ്ഞെടുപ്പിൽ വലിയ വിഷയമാണ്. ഇന്നലെ ദേശീയ ചാനലിലും ഇതിൻ്റെ ഒരു ചർച്ച നടക്കുന്നുണ്ടായിരുന്നു. അതിൻ്റെ പുതിയൊരു വീഡിയോ കൂടി BJP ശീഷ് മഹലിൻ്റെ പുറത്തിറക്കിയിട്ടുണ്ട്. എല്ലാവർക്കും കാണാൻ ഇതിൻ്റെ ഉൾഭാഗമൊക്കെ വിസ്തരിച്ച് കാണാവുന്ന തരത്തിലുള്ളൊരു വീഡിയോ.
പിന്നെ ഈ വിഷത്തിന്റെ കാര്യം കള്ളമാണെന്ന് യമുനയിലെ യമുനയിലെ വിഷത്തിന്റെ അല്ല, കാര്യം ഹരിയാന മുഖ്യമന്ത്രി വെള്ളം കോരി കുടിച്ചപ്പോൾ തന്നെ അത് പൊളിഞ്ഞു. അല്ല, മാത്രല്ല ഈ ഹരിയാനയിൽ നിന്ന് വരുന്ന സ്ഥലത്ത് വിഷമില്ല, അതാണ് ഈ സൈന്യം അത് കോരി കുടിക്കുന്നത്. ഇത് ഡൽഹിയിൽ വന്ന ശേഷമാണ് ഇത് വിഷമയമായിട്ട് മാറുന്നത്. അതിന് ഉത്തരവാദി ആരാ? അതിന് ഉത്തരവാദി ഇയാളെ. വിഷമുണ്ടെങ്കിൽ അതെ, ഉണ്ടെങ്കിൽ ഇയാളാണല്ലോ ഉത്തരവാദി. വിഷത്തിന്റെ കണക്കും കാര്യങ്ങളും ഒക്കെ അയാൾ പറയുന്നുണ്ടല്ലോ. അപ്പൊ ആ ഉത്തരവാദിത്വത്തിൽ നിന്ന് അയാള് മാറുകയാണ്. അതാണ് ആ സ്ത്രീ വോട്ടർ പറഞ്ഞത്, ഇയാളെ വിശ്വസിക്കാൻ കൊള്ളില്ല എന്നുള്ളത്. ഇയാള് മറ്റുള്ളവരെ കുറ്റം പറഞ്ഞിട്ട് ഇതിൽ നിന്ന് രക്ഷപ്പെടും എന്ന് പറയുന്നത്. പിന്നെ അവിടുത്തെ ഈ ക്രമസമാധാന നിലയൊക്കെ കേന്ദ്രത്തിന്റെ ചുമതലയാണല്ലോ. അപ്പൊ അവിടെ എന്ത് സംഭവിച്ചാലും കേന്ദ്രമാണ് ഉത്തരവാദി എന്ന് പറയാനുള്ള സൗകര്യം അയക്കുണ്ട്. പക്ഷെ അഴിമതിയിൽ അങ്ങനെയല്ലല്ലോ. അതെ അതെ, അതാണ് കേന്ദ്രമാണ് കട്ടതെന്ന് പറയാൻ പറ്റില്ല. അത് ശീഷ് മഹലിന്റെ കാര്യത്തിൽ 33 കോടി രൂപയല്ലേ. അതെ, ഉള്ളൊരു ബംഗ്ലാവ് അവിടെ പുതുക്കി പണിയാൻ വേണ്ടി. പുതുക്കി പണിയാൻ വേണ്ടി അവിടെ അയാൾ സ്ഥിരമായിട്ട് താമസിക്കാൻ അയാൾക്ക് പറ്റിയതുമില്ല. പുതുക്കി പണിതോടുകൂടി അയാൾ ജയിലിലേക്ക് പോവുകയും ചെയ്തു. പിന്നെ ഇയാളുടെ തന്നെ ഒരു ബംഗ്ലാവ് ഇയാൾ ആ വിജയ് നായർ എന്ന് പറഞ്ഞിട്ടൊരു PR മദ്യ ഇടപാടില് ഇടനിലക്കാരന് വേണ്ടി ആ കാലത്ത് കൊടുക്കുകയൊക്കെ ചെയ്തിരുന്നു. അപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ഈ രാഹുൽ ഗാന്ധിയുടെ കോൺഗ്രസ് കുറച്ച് വോട്ട് ചില ഭാഗങ്ങളിൽ പിടിച്ചാൽ തന്നെ ഇത്തരം ഈ ശീഷ് മഹലിന്റെ കാര്യമൊക്കെ ഏതായാലും പറഞ്ഞല്ലോ, അത് നന്നായി എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. രാഹുൽ അതും കൂടി പറഞ്ഞത്. കാരണം BJP പറഞ്ഞത് സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യുന്ന ഭാഗമാണല്ലോ രാഹുൽ ഗാന്ധി പറഞ്ഞിരിക്കുന്നത്. ഇത് സത്യമാണെന്ന് വന്നല്ലോ. കാരണം സഖ്യമില്ല, ഹരിയാനയിലും സഖ്യം ഉണ്ടായില്ല, ആപ്പും കോൺഗ്രസും തമ്മിൽ സഖ്യമില്ല, ഡൽഹിയിലും സഖ്യമില്ല, ഇനിയോട്ട് ഉണ്ടാകാനും പോകുന്നില്ല, പഞ്ചാബിലും ഇല്ല. അപ്പോൾ ഇപ്പൊ ഇന്ത്യ മുന്നണിയും ശക്തമല്ല, ചെതറിത്തെറിച്ചിരിക്കുകയാണ്. അപ്പൊ ഇന്ത്യ മുന്നണി എന്നുള്ള നിലയ്ക്ക് ഡൽഹിയിൽ നിൽക്കുന്നില്ല. ഈ മുസ്ലിം വോട്ടർ എന്ന് പറയുന്നത് വളരെ പ്രധാനമാണ്. അവർ മാറി ചിന്തിക്കുന്നുണ്ട് എങ്കിൽ, കാരണം ഒരു 9 കോൺസ്റ്റിറ്റ്യുവൻസീസ് മുസ്ലിങ്ങൾക്ക് നല്ല സ്വാധീനമുള്ള. രാഹുൽ ഗാന്ധി ഇത്തവണ പ്രചാരണം ആരംഭിച്ചത് തന്നെ ഒരു മുസ്ലിം മണ്ഡലത്തിലാണ്. ആ മറ്റേ മുസ്ലിം തൊപ്പിയൊക്കെ വെച്ചിട്ടാണ് രാഹുലിന്റെ കാമ്പയിൻ ആരംഭിച്ചത്. പിന്നെ ഒവൈസി എവിടെയെങ്കിലും പോയി മത്സരിച്ചു കഴിഞ്ഞാലും BJPക്ക് വലിയ ഗുണം ചെയ്യാറുണ്ടല്ലോ. അത് കാരണം അല്ല, കോൺഗ്രസ് പിടിക്കുന്ന വോട്ടുകളും BJPക്ക് ഗുണം ചെയ്യും. അതും ഗുണം ചെയ്യും. അതാണ് കാരണം ഇങ്ങനത്തെ വോട്ടുകളാണ് അവർ വിളിക്കുക, ഈ സെക്യുലറിസ്റ്റുകളുടെ. ഈ ഒവൈസി നിർത്തിയിരിക്കുന്ന 2 പേരുണ്ടല്ലോ, മറ്റേ തീവ്രവാദ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരുന്ന, മറ്റേ ഡൽഹി കലാപത്തിൽ പങ്കെടുത്തിരുന്ന താഹിർ ഹുസൈനും വേറൊരാളെയും പിടിച്ചു നിർത്തിയിട്ടുണ്ട്. അപ്പൊ അത്തരം ആളുകൾക്ക് വോട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവര് ആ ന്യൂനപക്ഷ വോട്ടുകൾ അങ്ങോട്ട് പൊക്കോളും. അപ്പൊ അതുകൊണ്ടൊരു ഹിന്ദു കൺസോളിഡേഷൻ വന്നാൽ തന്നെ BJP രക്ഷപ്പെടാൻ സാധ്യതയുണ്ട്. അത് മാത്രമല്ല, ഈ കോൺഗ്രസ് ഇന്ത്യ മുന്നണിക്കാരും പ്രതിപക്ഷവും പറയുന്നത് പോലെ നാളെയോ മറ്റന്നാളോ 31-ാം തീയതി പാർലമെന്റ് ലോക്സഭ കൂടുകയാണ്. ചിലപ്പോൾ ഏറ്റവും അടുത്ത ദിവസം തന്നെ വഖഫ് നിയമ ഭേദഗതി ബില്ല് ടേബിൾ ചെയ്യും. അത് ചെയ്യുമല്ലോ. വഖഫ് ബില്ല് വന്നു കഴിഞ്ഞപ്പോൾ ഈ വഖഫ് എന്ന് പറഞ്ഞ ഏർപ്പാടിന് ഈ സർക്കാർ എതിരില്ല എന്നുള്ളത് വന്നല്ലോ. അല്ല, മാത്രമല്ല സർക്കാരിന് ഭൂരിപക്ഷമുണ്ട്, ഈസി ആയിട്ട് പാസ്സാവുന്നു. കാരണം JPCയിൽ എല്ലാവരുടെയും പ്രതീക്ഷ തെലുങ്ക് ദേശം പാർട്ടിയും ജനതാദളും JDUവും എതിർക്കുമെന്നായിരുന്നു. പക്ഷെ അവർ കൂടി ഇരുന്ന് JPC പാസ്സാക്കി. JPC പാസ്സാക്കിയാൽ അവർക്ക് ഇനി പാർലമെന്റിൽ പോയി തിരിച്ചു വോട്ട് ചെയ്യാൻ പറ്റില്ല. അത് പറ്റില്ല. മാത്രമല്ല മറ്റേ വഖഫ് ബൈ യൂസ് അത് കഴിയാണ്. അതങ്ങനെ നിൽക്കുമല്ലോ. അല്ല, വഖഫ് ബൈ യൂസ് എന്ന് പറഞ്ഞാൽ നിലവിലുള്ളത് അതുവിടെ നിൽക്കും. തർക്കമില്ലാത്ത നിലവിലുള്ള കേസുകൾ, തർക്കമുള്ളത് പോകും. മാത്രമല്ല, ഏറ്റവും പ്രധാനപ്പെട്ടതല്ലേ സാർ, 40-ാം വകുപ്പ് എടുത്തു കളയും. 40-ാം വകുപ്പാണ് വഖഫ് ബോർഡിന് ഈ വഖഫ് സീംസ് തോന്നിയാൽ വഖഫിന്റെ ആവുന്നുള്ളത്. നരസിംഹറാവുവിന്റെ കാലത്ത് അത് പോകുന്നതല്ല, ചില വകുപ്പുകൾക്ക് മുൻകാല പ്രാബല്യം കൊടുക്കാനും പോവാണ്. പ്രധാനമായിട്ടും ആ ഭേദഗതികളൊക്കെയാണ് കുഴപ്പമായത് 94-ല്. ഇറ്റ് സീംസ് ടു ദി വഖഫ് ബോർഡ് ദാറ്റ് ദിസ് ലാൻഡ് ബിലോങ്സ് ടു വഖഫ് എന്ന് പറയുന്ന ഭാഗം ചുമ്മാ അങ്ങനെ നിയമത്തിൽ എഴുതി വെക്കാൻ പറ്റും. അപ്പൊ ഇപ്പോ ഈ വഖഫിന്റെ കാര്യത്തിലൊക്കെ അവരുടെ ഈ ബുദ്ധിയും വിവരമുള്ള മുസ്ലിങ്ങളുടെ സംശയങ്ങളൊക്കെ തീർന്നിട്ടുണ്ടാവും. വഖഫ് വേണ്ടാന്നൊന്നും വെക്കുന്നില്ലല്ലോ. കാരണം മിക്കവാറും മുസ്ലിം രാജ്യങ്ങളിൽ തന്നെ ഇങ്ങനെ നിയമമൊന്നുമില്ല. നെഹ്റുവിൻ്റെ കാലത്ത് കൊണ്ടുവന്നതാണ്. പിന്നെ നരസിംഹറാവു 95-ൽ ഇത് പാസ്സാക്കി കഴിഞ്ഞപ്പോൾ 4.5 ലക്ഷം
ഏക്കർ ഉണ്ടായിരുന്നു. 10 ലക്ഷം 10,000 ഏക്കറായിരുന്നു വഖഫ് ബോർഡ് ഉണ്ടാക്കിയപ്പോൾ ഉണ്ടായിരുന്നത്. അതിപ്പോ ഇരട്ടിച്ചു. ഇരട്ടിയോ? 9 ലക്ഷം ഏക്കറാണ് ഇപ്പോൾ ഇന്ത്യയിലാകെ. 10 ലക്ഷത്തോളം വരും. അത്രയും വന്നു അത് 95-ലെ ഭേദഗതിക്ക് ശേഷം. ഏതായാലും അതും ദില്ലി തെരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കാൻ സാധ്യതയുണ്ട്. കാരണം കെജ്രിവാളോ കോൺഗ്രസോ അതിനെതിരെ വർത്തമാനം പറഞ്ഞാൽ ഒരു ഹിന്ദു കൺസോളിഡേഷന് സാധ്യതയുണ്ട്. അപ്പോൾ നമുക്ക് ഈ പറഞ്ഞു വരുന്നത് കാര്യങ്ങൾ പൊതുവിൽ BJPക്ക് അനുകൂലമാണ്. 10-25 വർഷത്തിന് ശേഷം BJP ദില്ലി ഭരിക്കും എന്നാണോ? കാരണം എന്താണെന്ന് വെച്ചാൽ ഓരോ മണ്ഡലത്തിനും ഈ കേന്ദ്ര മന്ത്രിസഭയിൽ നിന്ന് തന്നെ സഹമന്ത്രിമാരും ഒക്കെ ആയിട്ട് 2 പേരെ വെച്ച് ചാർജ് കൊടുത്തിട്ടുണ്ട്. പണി നേരത്തെ തന്നെ തുടങ്ങിയിട്ടുണ്ട്. ഇയാൾക്കെതിരെ കെജ്രിവാളിന് എതിരെ നിൽക്കുന്ന പർവേഷ് വർമ്മ, പഴയ മുഖ്യമന്ത്രി സാഹിബ് സിംഗ് വർമ്മയുടെ മകൻ, അദ്ദേഹം ജയിച്ചാൽ പോലും ഞാൻ അത്ഭുതപ്പെടുകയില്ല. കാരണം പർവേഷ് വർമ്മ അവിടെ വളരെ കാലമായിട്ട് തന്നെ പണി നടത്തുന്നുണ്ട്. അദ്ദേഹം നേരത്തെ MP ആയിരുന്നു അവിടുന്ന് 2 വട്ടം. MP ആയിരുന്നപ്പോഴത്തെ ഒരു കോൺസ്റ്റിറ്റ്യുവൻസി മാത്രമാണ് ഈ നിയമസഭാ മണ്ഡലം. അല്ല, അങ്ങനെ ഈ രഹസ്യാന്വേഷണ ഏജൻസികളുടെ റിപ്പോർട്ടുകളും പറയുന്നത്, IB ഉൾപ്പെടെ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് കെജ്രിവാൾ ഉൾപ്പെടെ അതീഷി ഉൾപ്പെടെ തോറ്റുപോകും. BJP തനിച്ചാണ് മത്സരിക്കുന്നത്. വലിയ നല്ല ഭൂരിപക്ഷത്തിൽ BJP അധികാരത്തിൽ വരുന്നു എന്നാണ് രഹസ്യാന്വേഷണ ഏജൻസികളുടെ റിപ്പോർട്ടുകളെന്ന് പത്രങ്ങളിൽ കാണുന്നുണ്ട്. ദേശീയ ദിനപത്രങ്ങൾ. ഇയാള് ഇലക്ഷൻ ഹിന്ദു എന്ന് പറയാറുണ്ടല്ലോ. ഇലക്ഷൻ വരുമ്പോൾ ഹനുമാൻ ചാലീസയുള്ളൂ. അതെ, തെരഞ്ഞെടുപ്പ് കാലത്ത് മാത്രം ഇതൊക്കെ ചെയ്യുന്ന ഒരു പരിപാടി അയാൾക്കുണ്ട്. പിന്നെ ഒരു സ്ത്രീയെ വീട്ടിൽ മർദ്ദിച്ച കേസ്. അതെ. അപ്പോ അതൊന്നും ആയിട്ടില്ല. അതെ, അതൊന്നും ആയിട്ടില്ല. അല്ല, ഇതിനകത്ത് സംഭവിക്കാവുന്ന ക്ലൈമാക്സ് എന്ന് പറയുന്നത് ഞാൻ കാണുന്നത് കെജ്രിവാൾ ദില്ലിയിൽ തോൽക്കുന്നു, ആപ്പിനും ഭരണം പോകുന്നു. പിന്നെ അവർക്ക് ഭരണമുള്ളത് പഞ്ചാബിലാണ്. പക്ഷേ കെജ്രിവാളും തോക്കുന്നു, ദില്ലിയിൽ ഭരണവും കിട്ടാതെ വരുന്നതുകൂടി ആപ്പിന് കെജ്രിവാളിന് ദില്ലി മുഖ്യമന്ത്രിയുടെ അടുത്ത് സമ്മർദ്ദം ചെലുത്താനുള്ള പവർ കുറയും. പഞ്ചാബ് മുഖ്യമന്ത്രിയുടെ അടുത്ത് ഇനി പണ്ടത്തെ പോലെ ഭരിക്കാൻ പറ്റത്തില്ല. സ്വന്തം മണ്ഡലത്തിൽ സ്വന്തം സ്ഥലത്ത് ജയിക്കാത്ത താൻ എന്നെ ഭരിക്കാൻ വേണ്ട എന്ന് അയാൾ പറഞ്ഞാൽ കെജ്രിവാളല്ല, ആപ്പിന്റെ കഥ തീരുകയാണ്. ആ പാർട്ടി അവസാനിക്കുകയാണ്. അപ്പോൾ പഞ്ചാബ് മുഖ്യമന്ത്രി ഇനി സ്വന്തം കാര്യം നോക്കി പോകും. മാത്രമല്ല, ഈ ആപ്പിന്റെ അവസാനം എന്ന് പറയുന്നത് രാഷ്ട്രീയം നമ്മൾ നോക്കുകയാണെങ്കിൽ അനിവാര്യമാണ്. അതാണ് കാരണം ഒരു അരാജകത്വമാണ്. കാരണം ഒരു ഗാന്ധിനെ കൊണ്ടുവന്നിട്ട് ഞാൻ രാഷ്ട്രീയത്തിലൊന്നും പ്രവേശിക്കില്ല എന്ന് വാക്കുകൊടുത്ത് അത് അണ്ണാ ഹസാരെ പറ്റിച്ച് ജീവിക്കുന്ന ഒരാളാണ് ഈ കെജ്രിവാൾ എന്ന് പറയുന്ന ആള്. ഒരു പാൻറ്റും ഷർട്ടും ഇട്ട കാപട്യം എന്ന് പറയാവുന്ന ഒരാളാണ് ഈ കെജ്രിവാൾ. അതുകൊണ്ട് നാശം അനിവാര്യമാണ് രാഷ്ട്രീയമായിട്ട്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.